ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ എനർജി അവിടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിൽ ഒരു സമാധാനം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയുവാൻ ഈ വ്യക്തി ഒരുങ്ങുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ വിചാരിച്ചുകൊണ്ട് ശ്വാസം നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. യെസ്, ദ സ്റ്റോം ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു നമ്പർ 44 എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ 4+4=8 ആണ്. ആൻഡ് 8ന്റെ ആ ഒരു മൾട്ടിപ്പിൾ നമ്പർ വരുന്നത് 2ഉം 4ഒക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ആ ഒരു ബാലൻസിങ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. എവ്രി ഹറിക്കെയിൻ കംസ് ടു ആൻ എൻഡ് എന്നാണ് പറയുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ പറ്റാത്ത വിധത്തിലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അതെല്ലാം പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള കാർഡാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ പറയുന്നത് എവ്രി ഹറിക്കെയിൻ കംസ് ടു ആൻ എൻഡ് എന്നാണ്. എത്ര വലിയ തീവ്രമായ കാര്യങ്ങളാണെങ്കിൽ പോലും, ഇപ്പൊ നമ്മൾ പറയണ എത്ര വലിയ മഴയാണെങ്കിൽ പോലും അതിനുശേഷം ഒരു ശാന്തതയുണ്ട് അല്ലേ? ആ മഴ എപ്പോഴും പെയ്തുകൊണ്ടേ ഇരിക്കില്ല, അതിനൊരവസാനമുണ്ട്. എത്ര തീവ്രമായ വെയിലാണെങ്കിലും അതിനും ഒരവസാനമുണ്ട് അല്ലേ? അത് കഴിഞ്ഞ് അതിനുശേഷം ഒരു മനോഹരമായ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം തീരും എന്ന് പറയുന്നത് പോലെ ഏതൊരു പ്രശ്നത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു അവസാനമുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ കാരണം ഒളിച്ചോടേണ്ട ആവശ്യമില്ല, എങ്ങോട്ടും പേടിച്ച് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. എന്ത് പ്രശ്നത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു അവസാനമുണ്ട്, പുതിയ ഒരു തുടക്കവുമുണ്ട് എന്നുള്ള രീതിയിൽ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ആദ്യമേ തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് വരുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കറേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് പലപ്പോഴും ഇല്ലാതെയായി പോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ ഇടമാണ്. തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും തൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ട് മുന്നോട്ട് വരാനും ഈ വ്യക്തി താല്പര്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പല വിധത്തിലും തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചുറ്റുപാടുമുള്ള എനർജി ഈ വ്യക്തിയെ ഡൗൺ ആക്കിയിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ കൂട്ടുകാരായിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, സ്വന്തം അച്ഛനും അമ്മയായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളായിരിക്കാം.
എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടായിരിക്കാം, ഡിപ്രഷൻ ഉണ്ടാകാം. അപ്പോൾ ഈ പേഴ്സൺ എത്രമാത്രം ഉയർന്ന് പ്രവർത്തിക്കാം എന്ന് വിചാരിച്ചാലും ഈ പേഴ്സന്റെ ചുറ്റിനുമുള്ള എനർജി ഈ പേഴ്സണെ നശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പേഴ്സണെ തളർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ടാണ് ഈ പേഴ്സൺ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും. അതിലേതാണ്ടും കുറെയൊക്കെ പോസിബിൾ ആയിട്ട് വരുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഈ പേഴ്സന്റെ എനർജിയിലാണ് നമുക്ക് ഈ കറേജ് എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ ഈ പേഴ്സൺ ഈ ഒരു കറേജിലേക്ക്, ധൈര്യം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്രാഗ്മെന്റഡ് എനർജിയാണ്. ഇവിടെ അപൂർണമായിട്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും സെയിം ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് കാര്യങ്ങളിൽ പോസിറ്റിവിറ്റി ഉണ്ട്, നല്ല നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അപൂർണമായിട്ട്, അതായത് പൂർണ്ണമാവാതെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്കിടയിൽ. പൂർണ്ണമാവാതെ, കംപ്ലീറ്റ് ആവാതെ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് മനസ്സ് തുറന്നിട്ടുള്ള ഒരു സംസാരം തന്നെയാണ്. മനസ്സ് തുറന്നുള്ള ഒരു സംസാരം, അതാണ് ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപൂർണമായിരിക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാം, നിങ്ങളുടെ എനർജി ഈ പേഴ്സണിലേക്ക് കൊണ്ടുവരാം. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പലപ്പോഴും നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടും മറ്റുള്ളവർ തലയിടുന്നത് കൊണ്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഈ പേഴ്സന്റെ എനർജി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും നിങ്ങളുടെ എനർജി ഈ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യാനുമാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് സംസാരമാണ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. മനസ്സ് തുറന്ന് വൃത്തിയായി സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫോബിയാസ് ഇവിടെ നിന്നു പോകുന്നുണ്ട്, അവസാനിക്കുന്നുണ്ട്. ആങ്സൈറ്റി ഓവർകമ്മിങ് ഫിയേഴ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പേഴ്സന്റെ ചുറ്റിനുള്ള എനർജി എന്ന് പറയുന്നത് ഈ പേഴ്സനെ ഡൗൺ ആക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ പേഴ്സന്റെ ചുറ്റിനുമുള്ള എനർജീസ് ഈ പേഴ്സണെ നല്ല രീതിയിൽ ഡൗൺ ആക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ഏതോ ഒരു എനർജി ഈ പേഴ്സണെ സംരക്ഷിക്കുന്നുണ്ട്. അത് നമുക്ക് വഴിയെ നോക്കാം ഏത് എനർജിയാണ് നിങ്ങളിപ്പോൾ സംരക്ഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ, പേടി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സൺ മാറ്റി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നുമൊക്കെ മുക്തി നേടി പുറത്തേക്ക് ഈ വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ ആരോ ചതിച്ചു എന്നുള്ളൊരു കാര്യമാണ്. ചതിച്ചു എന്ന് പറയുമ്പോൾ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ വിശ്വസിച്ചിട്ടുള്ള ഏതോ ഒരു വ്യക്തി, അത് ഈ പേഴ്സന്റെ കൂട്ടുകാരനായിരിക്കാം, കൂട്ടുകാരി, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എക്സ് വൈഫ്, അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം. അത്രയും ഈ പേഴ്സൺ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിശ്വാസം, അല്ലെങ്കിൽ ആ വിശ്വാസത്തെ തെറ്റിക്കുന്ന രീതിയിൽ ഏതോ ഒരു വ്യക്തി ഈ പേഴ്സണെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആ ചീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെയായിട്ടാണ് കാണിക്കുന്നത്. അതായത് അത് കൂടുതലും തേർഡ് പാർട്ടി ആകാനാണ് സാധ്യത. ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം. നിങ്ങളുടെയും ഫ്രണ്ടാണ്, ഈ പേഴ്സന്റെയും ഫ്രണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രണ്ട്, ഞാൻ പല സാധ്യതകൾ പറയുന്നതാണ്. ഇറ്റ്സ് എ ജനറൽ റീഡിങ്. ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ഓരോ രീതികൾ. ചിലവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലരുടെ മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം,
ചിലവരുടെ ഈ പേഴ്സന്റെ എക്സ് ആയിരിക്കാം, എക്സ് ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഏതോ ഒരു വ്യക്തി ഇവിടെ ട്രൂത്ത്ഫുൾ അല്ലാത്ത രീതിയിൽ നിന്നിട്ടുണ്ട്, സത്യസന്ധമല്ലാത്ത രീതിയിൽ നിന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള, അല്ലെങ്കിൽ പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള പ്രധാന മുഖ്യ കാരണമെന്ന് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതോ ഒരു വ്യക്തി ഇവിടെ ട്രൂത്ത്ഫുൾ അല്ല, അതായത് നിങ്ങളും ഈ പേഴ്സണും സത്യസന്ധരായിരുന്നു, പക്ഷെ വേറെ ഏതോ ഒരു വ്യക്തി ഇവിടെ ട്രൂത്ത്ഫുൾ അല്ല. അപ്പൊ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഒരു ചീറ്റിംഗ് എനർജി കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇതൊരു സ്പിരിച്വൽ കാർഡാണ്. ഇതിൽ ഏത് ഒരു എനർജിയാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു എനർജിയുടെ പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൃഷ്ണയാണ്. അറിയാലോ, ഭഗവാൻ കൃഷ്ണൻ, നാരായണൻ, അത്രയും വൈകുണ്ഠത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു ദൈവമാണ് അല്ലേ. ബ്രഹ്മ വിഷ്ണു മഹാദേവൻ എന്നാണ് പറയുന്നത്. അതിലെ കൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. അപ്പോൾ കൃഷ്ണ എന്ന് പറയുന്നത് ശരിക്കും സൗന്ദര്യത്തെയും അതുപോലെ മനസ്സിലെ സമാധാനത്തെയും കുസൃതിനെയും പ്രണയത്തെയും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പിരിച്വലി നിങ്ങളെ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണ ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ്. കൃഷ്ണഭക്തരുണ്ടാകാം, ഈ വീഡിയോ കാണുന്നവര് കൃഷ്ണഭക്തരുണ്ടാകാം, ഗുരുവായൂരൊക്കെ എന്നും പോകുന്ന ആൾക്കാരായിരിക്കാം, ഭജനക്ക് ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം, തുലാഭാരം, തുളസിമാല ഇതൊക്കെ സമർപ്പിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്ത് കൃഷ്ണ ക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നാള് രോഹിണി ആയിരിക്കാം, അഷ്ടമി രോഹിണി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ഭഗവാന്റെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്, അതായത് അനന്തമായി കിടക്കുന്ന സ്നേഹവും പ്രണയവുമാണ് അല്ലെ. കൃഷ്ണന് രാധയോടായിരുന്നു പ്രണയം, മനസ്സിലായോ? അപ്പോൾ ആ ഒരു പ്രണയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജിയാണ് നിങ്ങളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണഭക്തരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഈശ്വരൻ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഓവറോൾ എനർജി ഈ പേഴ്സൻ്റേത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ദ റൂളർ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇത്രയും കാലം നിങ്ങളുടെ പ്രണയബന്ധം വേറെ ആരൊക്കെയോ ആണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. വേറെ ആരൊക്കെയോ ആണ്, വേറെ ഏതൊക്കെയോ സാഹചര്യം, അല്ലെങ്കിൽ വേറെ ആരൊക്കെയോ ആണ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം നല്ല രീതിയിൽ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഈ പേഴ്സൺ ആണ് നിയന്ത്രിക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ പേഴ്സൺ തിരിച്ചറിയുന്നത് ഈ പേഴ്സന്റെ ആണ് ഈ പ്രണയബന്ധം, നിങ്ങളായിട്ടുള്ള ഈ പ്രണയം എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ് അതിന് ഉത്തരവാദി. അപ്പോൾ ഈ വ്യക്തിയാണ് അത് സംരക്ഷിക്കേണ്ടത്. ആ ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് എൻ്റെ പ്രണയത്തെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തും നിങ്ങളുടെ എനർജി പ്രസന്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാ, ഹൈപ്പ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.